സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 19 പ്രചേതസ്സുകളുടെ കഥയാണ്. പൃഥു ചക്രവർത്തിയുടെ പൗത്രൻ്റെ പുത്രനും പരമധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ വളരെ തൽപരനുമായിരുന്ന പ്രാചീന ബർഹിസിന് ശതദ്രുത എന്ന പത്നിയിൽ ഭഗവാന്റെ കരുണ തന്നെ മുളച്ചു വന്നതുപോലെ തോന്നുന്ന ശുദ്ധഹൃദയന്മാരായ 10 പുത്രന്മാരുണ്ടായി. അവരാണ് പ്രചേതസ്സുകൾ. സൃഷ്ടിതൽപരനായ അച്ഛൻ നിയോഗിച്ചതനുസരിച്ച് ഭഗവാനെ തപസ് ചെയ്യാനൊരുങ്ങിയ അവർ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ കരയിൽ വിശേഷപ്പെട്ട ഒരു പൊയ്ക കണ്ടു. അപ്പോൾ ഭഗവാന്റെ ആ ഭക്തന്മാരെ കാണാൻ വേണ്ടി അവിടുത്തെ പരമഭക്തനായ ശ്രീപരമേശ്വരൻ ഈ തീർത്ഥത്തിലേക്ക് വന്ന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ സ്തോത്രം ഉപദേശിച്ചു. അങ്ങനെ ശിവനാൽ ഉപദേശിച്ച സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് ആ പൊയ്കയിലെ വെള്ളത്തിനുള്ളിൽ 10,000 കൊല്ലങ്ങളോളം ഭഗവാനെ ഭജിച്ചു. ഭഗവാനോടുള്ള ഭക്തി ആസ്വദിക്കുന്നവരാകയാൽ ധ്രുവനെ പോലെ അവർക്ക് പെട്ടെന്ന് ഭഗവാന്റെ ദർശനം ലഭിച്ചില്ല. ഇവരുടെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് യാഗാദി കർമ്മങ്ങളിൽ നിരതനായിരുന്നിട്ടുകൂടി അവരുടെ പിതാവിന് നാരദ മഹർഷിയിൽ നിന്ന് ആത്മജ്ഞാനവും ലഭിച്ചു. കൂടാതെ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കാനും കഴിഞ്ഞു. ഗരുഡവാഹനനായി ശംഖുചക്രം ഗദ മുതലായ ദിവ്യായുധങ്ങളാൽ പരിലസിക്കുന്ന 8 കൈകളുമായി ഏറ്റവും പ്രകാശിക്കുന്നവനായിട്ട് വർദ്ധിച്ച കാരുണ്യവുമായി ഭഗവാൻ പ്രചേതസ്സിന് മുമ്പിൽ പ്രത്യക്ഷനായി. ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ ആ പ്രചേതസ്സുകൾക്ക് വരങ്ങൾ നൽകി. അവരെപ്പറ്റിയുള്ള സ്മരണ തന്നെ ജനങ്ങൾക്ക് മംഗളമായി ഭവിക്കട്ടെ എന്നും രുദ്രഗീതം എന്ന സ്തോത്രം സകല ആഗ്രഹങ്ങൾ നൽകട്ടെ എന്നും ഭഗവാൻ അനുഗ്രഹം നൽകി. അതുപോലെ വൃഷകന്യകയെ പത്നിയായി ലഭിച്ചിട്ട് 10 ലക്ഷം വർഷക്കാലം സുഖമായി ജീവിക്കട്ടെ എന്നും ദശൻ എന്നൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്നും പിന്നീട് അധിക താമസമില്ലാതെ ഭഗവാനെ പ്രാപിക്കാനും അനുഗ്രഹം നൽകി. ശേഷം പ്രചേതസ്സുകൾ ഭൂമിയെ മറച്ച് പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മദേവൻ അവരെ തടയുകയും പ്രത്യുപകാരമായി വൃക്ഷങ്ങൾ ഒരു കന്യകയെ നൽകുകയും അവർ ആ വൃഷകന്യകയെ വിവാഹം കഴിച്ച് വളരെ കാലം സുഖമായി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രചേതസ്സുകൾക്ക് ദശൻ എന്ന പുത്രൻ ജനിക്കുകയും പിന്നീട് നാരദ മഹർഷിയിൽ നിന്ന് ആധ്യാത്മബുദ്ധി കൊണ്ട് പരമാനന്ദ പദം പ്രാപിക്കുകയും ചെയ്തു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭഗവാനെ എന്നെ കാത്തുരള്ളണമേ. ഇതാണ് ഈ ദശകത്തിൻ്റെ അർത്ഥം. ഈ ദശകം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ കർമ്മ നിർമുക്തി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. സജ്ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് കുറച്ച് വേഗത കുറച്ചിട്ടാണ് ഞാൻ ഈ ദശകം ചൊല്ലുന്നത്. ഈണത്തിൽ ചൊല്ലിയാൽ വാക്കുകൾ പഠിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചൊല്ലിയത്. 10 ദശകം പൂർത്തിയാകുമ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് ഈ 10 ദശകങ്ങൾ ഇടും. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ട്യൂണിൽ സ്പീഡിൽ ചൊല്ലുന്നുണ്ട്. അപ്പം അതും കേൾക്കണം. ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മടാ പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസ സുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ പിതുസ്സിസൃഷ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സംദദൃശുർമനോഹരം തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതാ പ്രകാശമാസ്യാദ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുധം സമാ ഭവത്സുഖാസ്വാദ്യരസാത് അമീഷിയാൻ ബഭൂവ കാലോ ധ്രുവവത് ന ശീഘ്രതാ തപോഭിരേഷാം അതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസാ നിരതോപി പാവിതാ പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗ പദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭിർ
ഭുജാഭിരഷ്ടാഭിരുദഞ്ജദ്യുതി പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനത ഭവദ്വിചിന്താഭിശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിച്ഛ കാമദ അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാ രമധ്വം ദശലക്ഷവത്സരി സുതോസ്തു ദൃഷ്ടോ നനു തത്ക്ഷണാച്ച മാം പ്രയാസ്യതേതി ന്യഗതോ മുദൈവതാൻ തദച്ഛതേ ഭൂതലരോദിനസ്തരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിത ദ്രുമൈശ്ച ദത്താൻ തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോ വിരേമിരേ അവാപ്യ ദശം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ദിയാ അവാപുരാനന്ദപദം തദാവിദാ ത്വമീശവാദാലയനാഥ പാഹി മാം. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.